നമസ്കാരം, ഞാൻ കിരണ. ചെമണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. സിവിലിൽ സമര ഭീഷണി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി നയം വ്യക്തമാക്കിയതിനു പിന്നാലെ സമരപ്രഖ്യാപനവുമായി കോൺഗ്രസ് അനുകൂല സംഘടന. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സ്ഥാനക്കയറ്റ സാധ്യത നഷ്ടമാക്കുന്ന നീക്കമെന്ന ആക്ഷേപവുമായി നാളെ കൂട്ടവധിയെടുത്ത് പ്രതിഷേധം. സംസ്ഥാന സിവിൽ സർവീസ് എന്നത് LDF പ്രകടന പത്രികയിലെ വാഗ്ദാനമെന്നും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് ഇടതു നയമല്ലെന്നും മുഖ്യമന്ത്രി. കേസ് രൂപീകരണ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല. വസ്തുതകൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ജീവനക്കാരുടെ ആശങ്കയെന്നും പിണറായി വിജയൻ. സ്റ്റേറ്റ് സിവിൽ സർവീസിലേക്കുള്ള എണ്ണം നിശ്ചയിക്കുന്നത് അതത് വകുപ്പിലെ 2ാം ഗസറ്റഡ് തസ്തികയിലെ 10% ജീവനക്കാരുടെ എണ്ണം അടിസ്ഥാനമാക്കി. പൊതുഭരണം, ധനകാര്യം എന്നിവയ്ക്ക് പുറമെ KSൽ ഉൾപ്പെടുത്തേണ്ട വകുപ്പുകൾ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് നിർദ്ദേശിക്കും. വീര്യം കൂടുന്ന വിമർശനം. കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാകുന്നതിനിടെ കടുത്ത അതൃപ്തിയുമായി AK ആന്റണി. നേതാക്കൾ തമ്മിലടി നിർത്തണം. തൽസ്ഥിതി തുടർന്ന യുവാക്കൾ പാർട്ടിയിലേക്ക് വരില്ല. അത്തരക്കാരെ ആകർഷിക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണം. നിർദ്ദേശം പ്രശ്നപരിഹാരത്തിനായി നാളെ ഉമ്മൻചാണ്ടിയുമായി ഹൈക്കമാൻഡ് ചർച്ച നടത്താനിരിക്കെ. DCC പുനഃസംഘടനയിലെ അതൃപ്തിയെ തുടർന്ന് നീരസത്തിലായ ഉമ്മൻചാണ്ടി അനുനയിപ്പിക്കാനുള്ള ഹൈക്കമാൻഡ് ഇടപെടൽ കേരളത്തിലെ ശ്രമങ്ങൾ വിഫലമായതോടെ ഡൽഹിയിൽ മുകുൾ വാസ്നിക് മുൻകൈയെടുത്തുള്ള അനുരഞ്ജന നീക്കത്തിൽ മുതിർന്ന നേതാവ് AK ആന്റണിയും പങ്കെടുക്കും. അതിനിടെ ഇന്നലെ ഉമ്മൻചാണ്ടി വിട്ടുനിന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നത് രൂക്ഷ വിമർശനം. പാർട്ടി പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാട് ശരിയായില്ലെന്ന് PJ കുര്യനും PC ചാക്കോയും. യോഗത്തിൽ ഉമ്മൻചാണ്ടിക്ക് പ്രതിരോധം തീർത്ത് MM ഹസൻ. ഞെട്ടലോടെ കേരളം. കേരളത്തെ നടുക്കിയ മലയാളികളുടെ തിരോധാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായി NIA. എറണാകുളം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് കാണാതായവർ അഫ്ഗാനിസ്ഥാനിലെ IS ക്യാമ്പിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി. ഇവരെ രാജ്യം വിടാൻ സഹായിച്ചത് കേരളത്തിലെ IS റിക്രൂട്ട്മെന്റ് ഏജന്റായ സമീർ അലി. അടുത്തിടെ തീവ്രവാദ പ്രവർത്തനം തുടങ്ങിയ മേഖലയിൽ മലയാളികൾ ഉൾപ്പെടെ 3000-ഓളം പേർ പരിശീലനം നേടുന്നതായി സൂചന. ഇന്ത്യയിൽ നിന്ന് മലയാളി സംഘം അഫ്ഗാനിൽ എത്തിയത് ദുബായ്, അബുദാബി വഴി. വിശദ വിവരങ്ങൾക്കും തുടർ നടപടികൾക്കുമായി അഫ്ഗാൻ ഇന്റലിജൻസിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും വിശദീകരണം. ഒഴുകി വന്ന മരണം. ബീഹാറിൽ ഗംഗാ നദിയിലെ ബോട്ട് ദുരന്തത്തിൽ മരണസംഖ്യ 24. 10-ലധികം പേരെ കാണാതായതായി റിപ്പോർട്ട്. തലസ്ഥാനമായ പാറ്റ്നയ്ക്കു സമീപം ഗംഗാതീരത്തെ ഗാന്ധി കെട്ടിനടുത്ത് യാത്രാ ബോട്ട് മുങ്ങിയത് ഇന്നലെ വൈകിട്ട്. തിരച്ചിൽ ഊർജിതം. മരണസംഖ്യ ഉയർന്നേക്കും. അപകടത്തിൽപ്പെട്ടത് സബൽപൂർ ദയറയിലെ മകരസംക്രമ ഉത്സവത്തിന്റെ ഭാഗമായ പട്ടംപറത്തിൽ ആഘോഷം കണ്ട് മടങ്ങിയവർ. തീരമടുക്കുന്നതിന് തൊട്ടു മുൻപ് മുങ്ങിയ ബോട്ടിൽ ഉണ്ടായിരുന്നത് 50ഓളം യാത്രക്കാർ. ബോട്ടിൽ ആളുകൾ തിങ്ങിക്കയറിയത് അപകട കാരണമായെന്ന് നിഗമനം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2725 രൂപ, പവൻ 21,800 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.